നമസ്കാരം. ഇന്നെൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. നമ്മുടെ പാരൻസ് എല്ലാം മരിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ പെൺമക്കളായ നമുക്ക് അമ്മ വീട്ടിലേക്ക് പോകുക അല്ലെങ്കിൽ കയറി ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുഖമുള്ള ഒരു തോന്നലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെയല്ല. പക്ഷേ അവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. നമുക്കങ്ങനെ കയറി ചെല്ലാൻ അവിടെ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വേണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അങ്ങനൊരവസ്ഥ ഇല്ലാത്തപ്പോൾ വെറുതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ. എല്ലാവരും അവരവരുടെ തിരക്കുകളിലും അവരവരുടെ പേഴ്സണൽ സ്പേസും ആഗ്രഹിക്കുന്ന ആ സമയത്ത് എൻ്റെ മുന്നിൽ ഒരു അവസരം വന്നു. അതാണ് ബ്രഹ്മകുമാരീസ് രാജയോഗ മെഡിറ്റേഷൻ സെൻറ്റർ. അവിടെ ഒരു ചെറിയ ഒരു ദൈവവിളി പോലെയാണ് എനിക്കത് തോന്നിയത്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ഒരുപാട് സ്നേഹം ചൊരിയുന്ന അമ്മമാരെ അവിടെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ആവശ്യത്തിന് താമസിക്കാനായിട്ട് ഒരു സ്ഥലവും ഒരു കിടക്കയും ഒക്കെ അവരൊരുക്കി തരുന്നു. ഫ്രീ ആയി മെഡിറ്റേഷൻ സൗകര്യവും ചെയ്തു തരുന്നു. ഇത് ഫ്രീ ആയതുകൊണ്ട് തന്നെ ആർക്കും അതിൽ വലിയ താല്പര്യമൊന്നും കാണേമില്ല. അപ്പോൾ ഈ കോടികൾ വിലമതിക്കുന്ന രത്നങ്ങളെക്കാൾ വില ഉള്ളതാണ് നമ്മുടെ അകത്തിരിക്കുന്ന പുള്ളിക്ക്. ഈ പുള്ളി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് തന്നെയാണ് ആ പുള്ളിക്കാരൻ. ഒരു കുത്താണത്. ഒരു പൊട്ട് പോലെ ഇരിക്കുന്ന നമ്മുടെ നെറ്റിത്തടത്തിൽ മസ്തകത്തിൽ ഒരു പൊട്ട് പോലെ ഇരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ഒരു ആത്മാവ്, ഒരു സത്താണത്. അതിന് രത്നത്തിൻ്റെ മഹിമ വരണമെങ്കിൽ നമ്മളതിനെ അറിയും തോറും അതിന് തിളക്കം വർദ്ധിക്കുന്നു. 100,000 പ്രശ്നങ്ങളുടെ പിന്നാലെ പോകുന്നവർ ഒരിക്കലെങ്കിലും ഒരു ബ്രേക്ക് എടുത്ത് ഈ മെഡിറ്റേഷനിലേക്ക് ഒന്ന് ചെന്ന് പ്രാക്ടീസ് ചെയ്യുകയും സ്വയം അറിയുകയും ചെയ്യുക. ഇത് ഫ്രീ ആയതുകൊണ്ട് തന്നെ ആർക്കും താല്പര്യമൊന്നും കാണില്ല. പക്ഷേ രോഗപീഠകളാലും ജീവിതത്തിലെ പ്രശ്നങ്ങളാലും ആരുമില്ലെന്നുള്ള തോന്നൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് സ്വയം ഉരുകി തീരുന്നവർക്ക് പോലും ഒരിക്കലെങ്കിലും തൊട്ടടുത്തുള്ള രാജയോഗ മെഡിറ്റേഷൻ സെൻറ്ററിൽ ചെന്ന് അവിടെ ഉള്ള ആ മെഡിറ്റേഷൻ ഒന്ന് പരിശീലിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാകാനും അതിലൂടെ നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടി ഉന്നതിയിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് കഴിയും. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്